അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഡേ ഔട്ട് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഈദിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസിങ്, പിന്നെ ഈദിൻ്റെ ഡ്രസ്സൊക്കെ മേടിക്കുന്ന ചെറിയൊരു വ്ളോഗ് ഇട്ടാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ആക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞങ്ങൾ അബുദാബിയിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടെയാണ് നല്ല ഡ്രസ്സ് കിട്ടുക, നല്ല സെലക്ഷനൊക്കെ എവിടെയാണെന്നൊക്കെ നമുക്ക് നല്ല ഡൗട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ മോളിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല കിഡ്സ് വിയറും കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല ഡ്രസ്സുകൾ, പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സിനോട് പ്രത്യേക ഇഷ്ടമാണ്. സാറിൻ്റെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ UAE വെച്ചിട്ട് ഇങ്ങനെ ജെൻഡറൊക്കെ അറിഞ്ഞതിന് ശേഷം എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ നല്ലോണമൊക്കെ നോക്കുമായിരുന്നു. എല്ലാ ഡ്രസ്സും നല്ല ഭംഗിയുള്ളതായതുകൊണ്ട് തന്നെ ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷനായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ചില ഡ്രസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ സാറിൻ്റെ ഇപ്പോഴത്തെ ഏജിന് അവൾക്ക് വലുതാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളത് മേടിച്ചില്ല. അവൾക്കുടെ ഏജിന് കണക്കായിട്ടുള്ളതാണ് നമ്മൾ ആദ്യം മേടിച്ചത്. ചില ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അവൾക്ക് സൈസ് അങ്ങോട്ട് ഒക്കില്ല. അപ്പോൾ ഞാൻ ചിലതൊക്കെ ഇടിച്ച് നോക്കി, അപ്പോൾ ചിലതൊക്കെ അവളെക്കായി വലിയ ഡ്രസ്സ് ഇട്ടാ. അങ്ങനെ സാറിൻ്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് പറ്റിയ ബോയൊക്കെ ഉണ്ടോ, പിന്നെ ഹാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ടാണ് അടുത്ത് പോയത്. അപ്പോൾ ബോയ് ഉണ്ടെങ്കിലും എനിക്കത് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ അത് മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ അടുത്തത് ആദുവിന് ഡ്രസ്സ് നോക്കാനായിട്ട് പോയത്. പിന്നെ ആദുവിന് ഡ്രസ്സ് നോക്കണമെങ്കിൽ അവനെ പിടിച്ച് നിർത്തി തന്നെ നോക്കണം, കാരണം അവനെ ഓടിച്ചാടി നടക്കും. അങ്ങനെ ആദുവിനും അവന് ഇഷ്ടപ്പെട്ട ഒരു ടീഷർട്ടും പിന്നെ അതുപോലെ തന്നെ അവന് വേറൊരു ജോഡി ഡ്രസ്സും കൂടി ആയിട്ട് എടുത്തത്. അത് ഉമ്മയുടെ സെലക്ഷനായിരുന്നു. അവർക്ക് ഡ്രസ്സ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അവർക്ക് പറ്റിയ ഹാറ്റ്, അതിനും സാറിനും ഹാറ്റൊക്കെ നോക്കി. അങ്ങനെ അതൊക്കെ നോക്കി അതും സെലക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തത് എനിക്കും ഉമ്മാക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റിൻ്റെ ചെപ്പലിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് അതിലിഷ്ടപ്പെട്ട ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ജോഡി ചെപ്പൽ നമ്മളെടുത്തു. പുതിയ ചെപ്പലാണ് കേട്ടോ എനിക്ക് വേണ്ടി എടുത്തത്. അങ്ങനെ ഡ്രസ്സിൻ്റെ കളക്ഷൻസിലൊക്കെ ചെന്നപ്പോൾ ഫസ്റ്റിന് ഞങ്ങൾ വീട്ടിൽ നൈറ്റ് വെയേഴ്സൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ ആദ്യം നോക്കി. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട 1-2 ജോഡികൾ നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുർത്തീസാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത്. അങ്ങനെ കുർത്തിയൊക്കെ മേടിച്ചു. നമ്മൾ പിന്നെ ബില്ല് പേ ചെയ്യാനായിട്ടുള്ള സെക്ഷനിലേക്കാണ് വന്നത്. ഇതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൗണ്ടറിലൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ക്യൂലൊക്കെ നിന്നിട്ടാണ് കേട്ടോ ബില്ലൊക്കെ പേ ചെയ്തത്. ബില്ല് പേ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആദ്യം മിഠായി വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ അവന് ഫസ്റ്റിനെ വേണമെന്ന് പറഞ്ഞത് ഈ ഒരു സൈസ് നമ്മൾ ഒരു തെറംസൊക്കെ ഇട്ടിട്ട് കിട്ടണ മിഠായി ഉണ്ടല്ലോ, അപ്പോൾ അത് അവന് സ്വയം എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ പപ്പാടയിൽ നിന്ന് തെറംസൊക്കെ മേടിച്ചിട്ട് ഇടാൻ കേട്ടോ. പക്ഷേ ആ മെഷീൻ എന്തോ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് മിഠായി കിട്ടിയില്ല. പിന്നെ അവന് ഞങ്ങൾ വേറെ ഗാലക്സി മിഠായിയൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നതല്ലേ, അപ്പോൾ നമുക്ക് മാൾ കുറച്ച് കറങ്ങിയൊക്കെ നടന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിൽ അങ്ങനെ നമ്മൾ മാളൊക്കെ ഒന്ന് മൊത്തം കറങ്ങി നടന്ന് കാണാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം നടന്ന് കാണാനുള്ള നല്ല ഭംഗിയുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഞങ്ങൾ ഈവനിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മൊത്തം ഒന്നും അങ്ങനെ കറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഇങ്ങനെയുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാനായിട്ട് പോയത്. നല്ല ഭംഗിയിൽ നമ്മുടെ വീടുകളൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് കാണുന്നതിൻ്റെ അടുക്കാണ് കേട്ടോ അത് ഈ ഒരു പുള്ളി നമ്മൾ കണ്ടത്. അപ്പോൾ അത് യൂട്യൂബിലൊരു വീഡിയോ കാണാറുണ്ട്. അതിനകത്ത് ഇങ്ങനത്തെ വേഷത്തിൽ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രേസാണ്. അപ്പോൾ അവൻ കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന്, അപ്പോൾ അവർ ബലൂൺ കൊടുത്തപ്പോൾ ആളൊക്കെ ചാടി മേടിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ അവനും ബലൂണൊക്കെ മേടിച്ചു കൊടുത്ത് പിന്നെ അന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. കാരണം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ കൂടുതൽ പർച്ചേസിംഗ് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മൾ ബാക്കിയുള്ള പർച്ചേസിങ് പിറ്റേ ദിവസത്തേക്കാണ് കൊണ്ടുപോയത്. ആറുവിൻ്റെ ഫസ്റ്റ് ഇതായതുകൊണ്ട് തന്നെ അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ മെഹന്തി മേടിച്ച് പിന്നെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് സ്റ്റെപ്സും സാധനങ്ങളും പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബിരിയാണി ഐറ്റംസൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ആദ്യം 1-2 സാധനങ്ങളും മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാക്ടസ് അത് ഒരുപാട് നാളായി അത് പറയണു. അപ്പോൾ അവന് പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ പേടിയൊക്കെ മാറിയതുകൊണ്ട് തന്നെ നമ്മളത് മേടിച്ചത്. പക്ഷേ ഇപ്പോൾ പേടി അടുത്ത ആൾക്കായി. സാറുവിന് ഇപ്പോൾ ഇതിന് കണ്ടപ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ സാറിൻ്റെ റിയാക്ഷൻ ഉണ്ടോ കാണുന്നത്. ഇതെവിടെയെങ്കിലും വെച്ചാൽ പിന്നെ പരിസരത്ത് സാറിനെ കാണൂല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഡേ ഔട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ ഇതിൻ്റെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.